പേര് വെച്ചിട്ടില്ല, ഒരു വഴിപോക്കൻ. ഒരു ലോക സിനിമയിൽ ഇന്നവരെ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ഡയറക്ടറുടെ പേര് വെക്കാതെ. അതെ അതെ അതെ. എന്താണ് അതിന്റെ സൈക്കോളജി? എനിക്ക് തോന്നുന്നു ഇനി പുള്ളി പേടിച്ചിട്ടാണോ വെറുതെ വെറുതെ. പേടിയൊന്നുമില്ല. അല്ല, പുള്ളിക്ക് പേടിയില്ല. അല്ല, ഇനി നമ്മുടെ അഭിനയം ഇനി മോശമായിട്ടാണോ? ആക്ച്വലി ഇപ്പൊ ലീഡ് റോളിലൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കമ്മിറ്റ് ചെയ്യാൻ ഒരു പേടിയാണ്. കാരണം കംപ്ലീറ്റ് പടത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വരും. അതെ അതെ, എല്ലാം നമ്മുടെ തലയിൽ വരും. അപ്പം ഒരു ക്യാരക്ടർ അല്ല, ഈ ലീഡ് റോൾ എടുക്കുമ്പോഴത്തേക്കും ഉള്ളൊരു പേടിയുണ്ട്. ആട് സീരീസ് ആണ്. ആട് 3 ഉണ്ട്, പ്ലാനിങ് നടക്കുന്നുണ്ട്. ഷൂട്ട് തുടങ്ങിയിട്ടില്ല, പ്ലാനിങ് നടക്കണുള്ളൂ. അല്ല, ആട് 2-ല് താടി ഉണ്ടായിരുന്നു. ഗെറ്റപ്പ് ഒന്ന് മാറ്റി പിടിച്ചു നോക്കി. എന്റെ ഫേവറേറ്റ് എപ്പോഴും ഫസ്റ്റ് തന്നെയാണ്. അതെ 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 അതെ. കുറച്ച് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. പടം ഒരു രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. അതൊരു പടം അങ്ങോട്ട് മൂവ് ചെയ്യും തോറും കുറച്ച് സീരിയസ് ഇഷ്യൂസിലേക്കാണ് പോകുന്നത്. ഓഗസ്റ്റ് 9 റിലീസാവുന്ന ഓർമ്മചിത്രം എന്ന സിനിമയിലെ നായകനാണ്. താങ്ക് യു. അപ്പോൾ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തുന്നത്? നമ്മുടെ ഡയറക്ടർ തന്നെയാണ് നമ്മളെ വിളിച്ചത്. അങ്ങനെ സ്റ്റോറി പറഞ്ഞു. അതെ 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 അതെ. പുള്ളി പേര് വെച്ചിട്ടില്ല, ഒരു വഴിപോക്കൻ. ഒരു ലോക സിനിമയിൽ ഇന്നവരെ അങ്ങനെ ഒരു സിനിമ ഇറങ്ങിയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഈ ഡയറക്ടറുടെ പേര് വെക്കാതെ. അതെ അതെ അതെ. എന്താണ് അതിന്റെ സൈക്കോളജി? എനിക്ക് തോന്നുന്നു ഇനി പുള്ളി പേടിച്ചിട്ടാണോ വെറുതെ വെറുതെ. പേടിയൊന്നുമില്ല. അല്ല, പുള്ളിക്ക് പേടിയില്ല. അല്ല, ഇനി നമ്മുടെ അഭിനയം ഇനി മോശമായിട്ടാണോ? എന്തായാലും ഒരു വെറൈറ്റി അല്ലേ ഇരിക്കട്ടെ. അത് പുള്ളി തന്നെ വിചാരിക്കണം. ഇൻട്രസ്റ്റിംഗ് ആണ്, രസമാണ്. എൻ്റെ ഒരു 2 കാലഘട്ടം വരണുണ്ട് ഇതിൽ. അപ്പം അങ്ങനെ ഒരു പെർഫോം ചെയ്യാൻ അത്യാവശ്യം സ്പേസ് ഉണ്ട് എന്നുള്ളൊരു തോന്നി അങ്ങനെയാണ് കമ്മിറ്റ് ചെയ്യണത്. കുറവാണ്. അതെ അതെ അതെ. ആക്ച്വലി ഇപ്പൊ ലീഡ് റോളിലൊരു പ്രൊജക്റ്റ് വന്നു കഴിഞ്ഞാൽ അത് കമ്മിറ്റ് ചെയ്യാൻ ഒരു പേടിയാണ്. കാരണം കംപ്ലീറ്റ് പടത്തിന്റെ ഉത്തരവാദിത്വം നമ്മുടെ തലയിൽ വരും. അതെ അതെ, എല്ലാം നമ്മുടെ തലയിൽ വരും. അപ്പം ഒരു ക്യാരക്ടർ അല്ല, ഈ ലീഡ് റോൾ എടുക്കുമ്പോഴത്തേക്കും ഉള്ളൊരു പേടിയുണ്ട്. പിന്നെ ഒരു കോൺഫിഡൻസിന്റെ പുറത്ത് അങ്ങോട്ട് എടുത്ത് തലയിൽ വെക്കണതാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തീരെ മോശം പ്രൊജക്റ്റുകൾ വരാറുണ്ട്. അപ്പൊ അത് കഥ കേൾക്കുമ്പോഴേ നമുക്ക് അറിയാം. എടുക്കാറില്ല അങ്ങനെ. കൂടുതലും ക്യാരക്ടർ റോൾസ് ആണ് താല്പര്യം. ഞാൻ ചോദിച്ചാൽ പെട്ടുപോകും. കാരണം ഇപ്പം ഏത് ആർട്ടിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ എല്ലാം ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെയാണ് നമ്മുടെ സിനിമ എന്ന് പറയും. എനിക്ക് തോന്നുന്നു ആട് സീരീസ് ആണ്. ആട് 3 ഉണ്ട്, പ്ലാനിങ് നടക്കുന്നുണ്ട്. ഷൂട്ട് തുടങ്ങിയിട്ടില്ല, പ്ലാനിങ് നടക്കണുള്ളൂ. തോന്നില്ല. അതെ അതെ അതെ. അല്ല, ആട് 2-ല് താടി ഉണ്ടായിരുന്നു. ഗെറ്റപ്പ് ഒന്ന് മാറ്റി പിടിച്ചു നോക്കി. എന്റെ ഫേവറേറ്റ് എപ്പോഴും ഫസ്റ്റ് തന്നെയാണ്. അതെ 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 അതെ. കുറച്ച് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു. ഇല്ല, ഒന്നും ആയിട്ടില്ല, എഴുത്ത് നടക്കണുള്ളൂ. ഒന്നും പറയാൻ പറ്റൂല, എല്ലാം ഇതിന്റെ കയ്യിലാണ്.
ഒച്ചടി വെച്ചടി ഉയരത്തിലേക്കാണല്ലോ. അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ട് വരുന്ന പടമാകുമ്പോ എന്തായാലും എന്തായാലും നല്ലൊരു പ്രതീക്ഷ എല്ലാവർക്കും. എല്ലാവർക്കും ഉണ്ട്. അതൊരു അത് ആട് സീരീസ്. അതെ അതെ അതെ, എല്ലാവരും ഒരു വെയിറ്റിംഗ് ഉള്ളൊരു മൂവിയാണ്. അപ്പൊ നമുക്ക് ഓർമ്മചിത്രത്തിലേക്ക് വരാം. ഇതിലെ ക്യാരക്ടർ എങ്ങനെയാണ്? നമ്മുടെ ലോലനൊക്കെ പോലെ ഭയങ്കര കൊമേഡിയൻ ആണോ? അല്ല അല്ല, ഒരു സീരിയസ് ടൈപ്പ് ഒരിതാണ്, സീരിയസ് ക്യാരക്ടർ. സീരിയസ് ക്യാരക്ടറാണ്. കോമഡി ഫൺ എലമെന്റ്സ് ഉണ്ട്. അത് ഇതൊരു ചെറുപ്പ കാലഘട്ടത്തിൽ കുറച്ച് ഫൺ പരിപാടികളാണ്. കോളേജ് കാലഘട്ടമാണോ? കോളേജ് കാലഘട്ടമാണ്. അവിടെയാണ് പ്രണയത്തിന്റെ അവിടെയാണ് പ്രണയവും ചെറിയ കോമഡിയും പരിപാടിയും. രാഷ്ട്രീയം ഉണ്ടെന്ന് പറയണ്ടായിരുന്നു നമ്മുടെ പ്രൊഡ്യൂസർ. അതെ, അത് എനിക്കല്ല, പടം ഒരു രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്യുന്നൊരു സിനിമയാണ്. അതൊരു പടം അങ്ങോട്ട് മൂവ് ചെയ്യുന്തോറും കുറച്ച് സീരിയസ് ഇഷ്യൂസിലേക്കാണ് അപ്പൊ സിനിമ റിലീസ് കഴിയുമ്പോൾ ഒരു ചർച്ചാ വിഷയമാകാൻ സാധ്യതയുണ്ടോ? പറയാൻ പറ്റൂല, ഇപ്പോഴത്തെ കാലഘട്ടമല്ലേ. എന്ത് നമ്മള് പേടിയൊന്നുമില്ല. നെഗറ്റീവ് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്രിറ്റിസിസം എങ്ങനെയാണ് നേരിടാറ്? നല്ലതാണ്. നെഗറ്റീവ്സ് എപ്പോഴും ഇപ്പം ഈ പറഞ്ഞ പോലെ ട്രോൾസ് ആണല്ലോ ഇപ്പം കൂടുതലും. നല്ലതാണ്, കാരണം നമുക്കൊരു വീണ്ടും റീതിങ്ക് പരിപാടികളൊക്കെ നെഗറ്റീവ്സ് ആണ് ഒരു പക്ഷെ നമ്മളെ വളർത്തണത് എന്നാണ് എൻ്റെ ഒരു ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതെ, ഇതിന്റെ പ്രൊമോഷനായിട്ട് നേരത്തെ പോസ്റ്റ് ഡയറക്ടറിന്റെ പേര് വെക്കാതെ വന്നപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമന്റുകളാണ് വന്നിരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? പ്രൊമോഷന്റെ ഭാഗമാണോ? ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഇല്ല, കമന്റ്സ് വായിച്ച് നമുക്ക് മനസ്സിലാവും. ഞാൻ കൂടുതൽ ഇങ്ങനെ കമന്റ്സ് കാര്യങ്ങൾ അങ്ങനെ ആക്റ്റീവ് ആണ്. എന്നാലും അങ്ങനെ ഈ ആർക്ക് എന്തും പറയാം, 4 ചുവരിൻ്റെ അകത്ത് പോയിരുന്ന ആർക്ക് എന്ത് വേണം എഴുതി വിടാം. അതല്ലല്ലോ നമ്മൾ ആ ഒരു ഇപ്പം എന്താ പറയാ, ഒരു സോഷ്യൽ ഇഷ്യൂസിനെ പറ്റി ചർച്ച ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും ഇതിന്റെ അകത്തിരുന്ന് ഫോണിൽ ടൈപ്പ്, അല്ലാണ്ട് ഇറങ്ങി ഇതിലാരും പ്രവർത്തിക്കണില്ല. ആർക്ക് എന്ത് വേണം പറയാം. ഇപ്പൊ ഉള്ളിൽ തോന്നണ ആർക്ക് എഴുതി വിടാം എന്നുള്ളൊരവസ്ഥയാണ്. അതിലൊരു കാര്യമില്ല. അതെ, അതാണ്. സ്വന്തമായിട്ട് ഒരു അഭിപ്രായം പറയാനോ നേരെ വന്നിരുന്ന് ഇതിനെപ്പറ്റി ഒരു ചർച്ച നടത്താനൊന്നും ഇല്ല. ഒരു കഥ കേട്ട് കഴിയുമ്പോൾ ആ കഥാപാത്രത്തിനായിട്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? സ്ക്രിപ്റ്റ് ഫുള്ള് വായിക്കും, പിന്നെ എന്നിട്ട് മാത്രമാണോ ഒരു വേഷം ചെയ്യണോ? അതെ, ഓൾമോസ്റ്റ് അങ്ങനെയാണ്. കാരണം നമുക്ക് എന്നാലും നമുക്കറിയാൻ ഡയറക്ടേഴ്സ് ആണെങ്കിലും അങ്ങനെയാണോ? അല്ല, നമുക്ക് ഇപ്പം വിശ്വാസം, നമ്മൾ മുമ്പ് വർക്ക് ചെയ്തുള്ളവര്, ഇപ്പം മിഥുനൊക്കെ അല്ലെ വിനീതേട്ടനൊക്കെ ആണെങ്കിൽ നമ്മളൊന്നും ചോദിക്കില്ല. കാരണം നമുക്ക് അറിയാം നമ്മളെ അവരെന്തായാലും അങ്ങനെ ഒരു ഇതിൽ നമ്മൾ പ്ലേസ് ചെയ്യൂ എന്നൊരു വിശ്വാസമുണ്ട്. അവർ ട്രസ്റ്റാണ്. അതെ അതെ. പഴയ പോലെ തന്നെ, മാറ്റങ്ങളൊന്നുമില്ല. ഇന്നലെ ഞങ്ങള് 50 വർഷം 50 പോട്ടെ അല്ല, ഞാൻ നേരത്തെ നാസറൊക്കെ പറഞ്ഞിട്ട് പുള്ളി 50 years ആയെന്ന് പറഞ്ഞു. അതാ പെട്ടെന്ന് വരുന്നത്. 14 വർഷമായി ഇന്നലെ വന്നിട്ട്. ഇന്നലെ ജൂലൈ 16, 14 വർഷം മുമ്പ് ഈ ജൂലൈ 16 മലർവാടി റിലീസ്. നമ്മളിപ്പം റീസെന്റ് വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയല്ലോ, അപ്പൊ അതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ഉണ്ടായിരുന്നു. ഒരു റീയൂണിയൻ പരിപാടികളായിരുന്നു. ഒരു വിനീത് ശ്രീനിവാസൻ അവഞ്ചേഴ്സ് പുള്ളി ചെയ്ത പടങ്ങളിലെ എല്ലാ ആർട്ടിസ്റ്റുകളും ഉണ്ടായിരുന്നു. അതിപ്പോ ഞാൻ പറഞ്ഞാൽ താങ്കൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? ഒരു ഡയറക്ടേഴ്സ് ആക്ടറാണോ അതോ? ഓഫ് കോഴ്സ് അല്ലല്ല, ഡയറക്ടേഴ്സ് ആക്ടറാണ് പുള്ളി. അപ്പം ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്നതാണ്, അല്ലാണ്ട് ഞാൻ കോഴ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും. സ്റ്റേജ് സ്കൂളിലും കോളേജിലൊക്കെ സ്റ്റേജ് പെർഫോം അതൊക്കെ ഉണ്ടായിരുന്നു. അതല്ലാണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ടിങ് പരമായിട്ട് അല്ല, അഭിനയപരമായിട്ടൊന്നും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കുറെ ഓഡീഷൻസ് പങ്കെടുത്താണ് മലർവാടി സെലക്ട് ആണ്. ആഗ്രഹം, പാഷനുമാണ്. എൻ്റെ സെക്കൻഡ് ഗെറ്റപ്പ് ആണ് ശരിക്കും പറഞ്ഞൊരു ചലഞ്ച്. ഒരു കുറച്ച് ഒത്തിരി ഏജിലല്ല, കുറച്ചൊരു പ്രായമായിട്ട് കുറച്ചൊരു മാനസിക പ്രശ്നം ഒക്കെ. അത് കൂടുതൽ സ്റ്റോറി പറഞ്ഞാൽ ശരിയാവില്ല. അങ്ങനത്തെ ഒരു ചലഞ്ച് തോന്നിയത്. അതെ അതെ,
കുറച്ച് മറ്റേ മൂഡ് മാറുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ചുരുക്കം പറഞ്ഞ ഒരു പ്രാന്തനായിട്ടുള്ളൊരു പരിപാടി. അല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഒരു പ്രാന്തനൊരു ഭിക്ഷക്കാരനൊക്കെ ആയിട്ട് അഭിനയിക്കാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. ഒരുപാട് പെർഫോം ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പൊ ഈ സിനിമയിൽ അങ്ങനെ ഒരു ഇത് കിട്ടിയിട്ടുണ്ടോ? ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് സൈലൻ്റ് ആയിട്ട്, അതായത് സട്ടിൽ പരിപാടികളാണ് ഏറ്റവും കൂടുതൽ പാടും തോന്നുന്നു ചെയ്യാൻ. ഒത്തിരി ലൗഡായിട്ട് പെർഫോം ചെയ്യാൻ അത് ആർക്കും പറ്റും. കൂടുതൽ നമ്മൾ ഫേഷ്യൽ പരിപാടികളൊന്നും ഇല്ലാതെ ഒരു പെർഫോം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടുള്ളൊരു പരിപാടിയാണ്. നല്ല ഞങ്ങൾ നല്ല കമ്പനി ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ സിങ്ക് ആയി. നല്ല എക്സ്പീരിയൻസ്. എനിക്ക് തോന്നുന്നു കെമിസ്ട്രി വർക്കൗട്ടായെന്ന് തോന്നുന്നു. അതെ അതെ, ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പൊ ഈ പടത്തിൽ വർക്ക് ചെയ്യുമ്പോഴാണ് മാനസ ആദ്യമായിട്ട് കാണുന്നത്. അതെ അതെ, ഭയങ്കര പാടാണ്. എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഒക്കെ വരണതിന്, അതായത് ആക്റ്റീവ് ഇത്രയും പോപ്പുലർ ആകുന്നതിന് മുമ്പാണ് ഞാൻ സിനിമ വരുന്നത്. ഇപ്പോൾ സിനിമയിൽ കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അതെ അതെ, കയറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അതിൻ്റെ അകത്ത് പിടിച്ച് നിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. അതിന് പണിയെടുക്കണം. എണ്ണീട്ടില്ല ഞാൻ. അല്ല, അങ്ങനെ നോക്കാറില്ല. എനിക്ക് തോന്നുന്നു ഒരു 25-30 മോള് കാണണം. 14 വർഷം സെലിബ്രിറ്റി ചെയ്തായിരുന്നു? ഇല്ല, അങ്ങനെ കുറച്ചുകൂടി കഴിയട്ടെ. നോക്കാം, അപ്പൊ നോക്കാം. ഇനിയിപ്പോ നായകനായിട്ട് വരാണല്ലോ, തുടർന്നും നായക വേഷങ്ങളാണോ അതോ ക്യാരക്ടർ റോൾസ്? അങ്ങനൊന്നുമില്ല, നമുക്ക് പെർഫോം ചെയ്യാൻ സ്പേസ് ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞാൽ എന്ത് റോളും ചെയ്യും. അത് ക്യാരക്ടറിനോ അല്ലെങ്കിൽ ലീഡ് റോളിനോ അങ്ങനൊന്നുമില്ല, ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്യും. അപ്പോൾ ഈ സിനിമയുടെ ലൊക്കേഷൻ ഒക്കെ എവിടെയായിരുന്നു? നമ്മൾ കോഴിക്കോടായിരുന്നു. കോഴിക്കോട് കുന്നമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഓൾമോസ്റ്റ് ഫുള്ളും അവിടെ തന്നെയായിരുന്നു. സിനിമയുടെ ജേണർ എങ്ങനെയാണ്? ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്കൽ സറ്റയർ ആണ് പരിപാടി. കുറച്ചൊരു സീരിയസ്, കൂടെ കുറച്ച് ഫൺ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു പടമാണ്. ഓഗസ്റ്റ് 9 സിനിമ റിലീസ് ആവുമ്പോൾ എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് അവസാനമായിട്ട് പറയാനുള്ളത്? ഓഫ് കോഴ്സ് എല്ലാവരും പടം പോയി കാണുന്നത് തന്നെയാണ് പറയുന്നത്. ബാക്കി തിയേറ്ററിൽ അറിയാം. അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങുമ്പോൾ ഒരു വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ ഇറങ്ങിയിട്ടാണ് നമുക്ക് ഡയറക്ടർ ആരാണെന്ന്. അതെ അതെ അതെ, എനിക്കൊന്ന് കാണണം പുള്ളി. എന്തിനാണ് ഇങ്ങനെയുള്ള ഒരു ഇത് ചെയ്തതെന്ന് അറിയാം. അതെ, പടം ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും പുള്ളി ഒന്ന് കാണേണ്ടി വരും. അതെ അതെ, ഓൾ ദ ബെസ്റ്റ്. അപ്പൊ എന്തായാലും ഈ നല്ല നല്ല വേഷങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സിനിമ വൻ വിജയമാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.